നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കഥ കേൾക്കാൻ പോവുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത കഥ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പലരെയും വിശ്വസിച്ച് പല കാര്യങ്ങളും ചെയ്യും, നമുക്ക് നല്ല തിരിച്ചടി കിട്ടുകയും ചെയ്യും. അത് ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒരു വാഹന നിർമ്മാതാവിനെയും ഒരു വാഹന ഡീലർഷിപ്പിനെയും വിശ്വസിച്ച് 12 ലക്ഷത്തോളം രൂപ അടയ്ക്കുകയും അവസാനം ആരുമില്ല, ഇപ്പോൾ ഡീലർഷിപ്പും ഇല്ല, കമ്പനിയുമില്ല, പൈസ പോയത് മിച്ചം എന്നുള്ള മട്ടിൽ നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആളുടെ പേര് ദീപിക സുശീലൻ എന്നാണ്. ദീപിക IFFK, നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ക്യൂറേറ്ററാണ്, ധാരാളം ഫിലിം ഫെസ്റ്റിവലുകളുടെ കൺസൾട്ടൻ്റാണ്. അങ്ങനെയൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ള, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ദീപികയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദുഃഖകരമായൊരു കാര്യം കൂടിയാണ്. കാരണം ദീപികയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. ആ സമയത്ത് ഒരു പുതിയ വാഹനം വാങ്ങിച്ച അമ്മ ഏതാണ്ട് ഒരു സിങ്കിങ് സ്റ്റേജ് ആയപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒരു പുതിയ വാഹനം വാങ്ങിക്കാൻ വേണ്ടി ഒരു വളരെ പ്രശസ്തമായ ഡീലർഷിപ്പിൽ സ്കോഡയുടെ സ്ലാവിയ വാങ്ങിക്കാൻ വേണ്ടി പൈസ അടയ്ക്കുന്നു. അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞ് അവർ കുറേ കൂടെ പൈസ അടപ്പിക്കുന്നു. അങ്ങനെ ഏകദേശം 12 ലക്ഷം രൂപ അവരുടെ കിട്ടിക്കഴിയുമ്പോൾ കമ്പനി ആ ഡീലർഷിപ്പ് അങ്ങ് പൂട്ടിപ്പോകുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ സമീപിക്കേണ്ടത് സ്കോഡ എന്ന കമ്പനിയാണ്. സ്കോഡയെ സമീപിക്കുമ്പോൾ സ്കോഡ പറയുന്നു ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നു. അങ്ങനെ കൈ ഒഴിയാൻ പറ്റാത്തൊരു പ്രശ്നവും ഇതിൻ്റെ അകത്തുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മളിപ്പോൾ ഒരു ഡീലർഷിപ്പിലേക്ക് ചെന്ന് വാഹനത്തിന് ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നു, അതിനുശേഷം ബാക്കി പൈസ കൊടുക്കുന്നു. ഇതങ്ങനെയല്ല ദീപിക ചെയ്തത്. ആദ്യമായിട്ട് സ്കോഡയുടെ ഇന്ത്യയിലെ വെബ്സൈറ്റിൽ കയറുകയും ഒരു എൻക്വയറി കൊടുക്കുകയും ചെയ്തു, എനിക്കിങ്ങനെ വാഹനം വേണം. അപ്പോൾ അവർ അവിടെ നിന്ന് കൃത്യമായൊരു മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ദീപികയ്ക്ക്. അതായത് നിങ്ങൾ ഇന്ന ഡീലർഷിപ്പിൽ പോവുക, അവിടെ നിന്ന് നിങ്ങൾ വാഹനം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് തന്നെ തിരിച്ചൊരു മെസ്സേജ് വരികയും അതനുസരിച്ച് മലയാളം സ്കോഡ എന്ന തിരുവനന്തപുരത്തെ ഡീലർഷിപ്പിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആരും സഹായിക്കാനില്ല. അപ്പോൾ എന്നെ ദീപിക എൻ്റെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിച്ച് ഇതിന് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ അറിയണം. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവർ ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു ഹ്യുണ്ടായി ഡീലർഷിപ്പ് അടുത്ത കാലത്ത് പൂട്ടിയപ്പോൾ ഇത്തരം ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ട് കേട്ടു. അപ്പോൾ എന്തായാലും അങ്ങനെ ഇനി ആവർത്തിക്കരുതെന്നുള്ളതുകൊണ്ടാണ് ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വിശദമായി നമുക്ക് ദീപികയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ദീപിക, ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ എത്രയായി, തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ 4th April 2022 കാറ് ബുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡെലിവറി കൺഫേം ആയിട്ട് അവർ പറയാറില്ല. ബിക്കോസ് സ്കോഡയ്ക്ക് എപ്പോഴും ഒരു 45 days വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. തുടക്കം തൊട്ട് പറയാം, എങ്ങനെയാണ് ഈ ബുക്കിങ്ങിലേക്ക് പോയത്? ഞാൻ മാർച്ചിലാണ് ഡിസൈഡ് ചെയ്യുന്നത് സ്കോഡ സ്ലാവിയ വാങ്ങാമെന്ന്. അപ്പോൾ എനിക്ക് മലയാളം മോട്ടോഴ്സിനെ അറിയില്ല. സോ ഞാൻ സ്കോഡയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ എൻക്വയറി ചെയ്യുന്നു. എന്നിട്ട് സ്കോഡ തിരിച്ച് നമ്മളെ കോൾ ചെയ്യുക. കാരണം നമ്മൾ ഫോൺ നമ്പർ കൊടുക്കും. അതിന് 3 തവണ എന്തോ അവർ വിളിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ കോൾ എടുത്തില്ല. ബിക്കോസ് ഐ വാസ് നോട്ട് ഷുവർ. നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് 4th ടൈം അവരെന്നെ വിളിക്കുമ്പോൾ കണക്ട് ആവുന്നു. അപ്പം ഞാൻ ട്രിവാൻഡ്രത്താണ്. സോ ഡീറ്റെയിൽസ് എടുത്തു. ഓക്കെ, അപ്പം മലയാളം മോട്ടോഴ്സ് ആണ് ഡീലർ. എന്നിട്ട് എനിക്കൊരു മെസ്സേജ് വരുന്നു, മലയാളം മോട്ടോഴ്സ് ആണ് നമ്മുടെ ഡീലർ ആൻഡ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് SMS വരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് മലയാളം മോട്ടോഴ്സിൽ തന്നെ കോള് വരുന്നു. അപ്പോൾ കോള് വന്നിട്ട് അപ്പോൾ ഷോറൂമിൽ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നു. അപ്പോൾ ഞാൻ 4th April 2022 മലയാളം മോട്ടോഴ്സിന്റെ ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ പോകുന്നു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തു ആൻഡ് ഡിസൈഡ് ചെയ്തു വെഹിക്കിൾ ഇതാണെന്ന്. 25,000 rupees ബുക്കിംഗ് എമൗണ്ട് കൊടുത്ത് നമ്മൾ ബുക്കിംഗ് കൺഫേം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി എൻ്റെ പ്ലാൻ ഇറ്റ്സ് അറൌണ്ട് 16 lakhs ആയിരുന്നു പ്രൈസ്. അപ്പം 8 lakh ഞാൻ ആൻഡ് 8 lakh അത് EMI ലോൺ ആക്കാം എന്നുള്ള ആണ് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ 25,000 കൊടുത്തിട്ട് ഞാൻ HDFCയിൽ ലോണിന് അപ്ലൈ ചെയ്തു. അറൌണ്ട് 24th അപ്ലൈ ചെയ്തു. 25th തന്നെ ലോൺ അപ്രൂവ് ആയി. അപ്പോൾ അപ്രൂവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്മുടെ സ്കോഡ് മലയാളം മോട്ടോഴ്സിന്റെ കോൺടാക്ട് മേടിക്കും. ബിക്കോസ് പിന്നെ അവർ ഡയറക്റ്റ് ആയിട്ടാണല്ലോ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അറ്റ് ദ സെയിം 25th എനിക്ക് മലയാളം മോട്ടോഴ്സിൽ നിന്ന് കോള് വന്നു, മാം ഇങ്ങനെ ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് ആൾക്കാർ വെയിറ്റിംഗിലാണ്. അപ്പൊ എനിക്ക് കാറ് കിട്ടേണ്ട അത്യാവശ്യമായിരുന്നു. നേരത്തെ പറഞ്ഞ ആ സിറ്റുവേഷൻ ആയിരുന്നുകൊണ്ട് എനിക്ക് മമ്മി അത് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എനിക്ക് ആ എമർജൻസി ഞാൻ ഓൾറെഡി ഷോറൂമിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഓൾറെഡി ഫുൾ പേയ്മെന്റ് കൊടുത്തിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മാമിന് ഒരു 5 lakh rupees കൂടി, ഈ 25,000 അല്ലാണ്ട് ഒരു 5 lakh rupees കൂടി അഡീഷണൽ ആയിട്ട് ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സോ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു, അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ദെൻ ഐ ഡിസൈഡ് ഓക്കെ ഞാൻ മേ ബി 3 lakh പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സെയിം ഡേ ഞാൻ 3 lakh ട്രാൻസ്ഫർ ചെയ്തു. 3,25,000 കൊടുത്തു. ഇൻ 2 days HDFC നമ്മളടുത്തൊന്നും കൺസൾട്ട് ചെയ്യുന്നില്ല. അവർ മലയാളം മോട്ടോഴ്സിന് അറൌണ്ട് 8 lakh rupees അപ്രൂവ് ആയ എമൗണ്ട്
ട്രാൻസ്ഫർ ചെയ്തു. സോ അറൌണ്ട് ഒരു 11,25,000 rupees ഓൾറെഡി അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവരെന്താ പറയുന്നത്, എത്ര കാലത്തിനുള്ളിൽ വണ്ടി തരാമെന്നുള്ള? അങ്ങനെ പറയുന്നില്ല. പക്ഷെ സ്കോഡയിൽ നമ്മൾക്ക് വിളിച്ചിട്ട് എന്നത്തേക്കാണ് ഡെലിവറി എന്ന് അവർ അറിയിച്ചിട്ടുണ്ടോ എന്നൊരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ കോൾ വിളിച്ചതാണ്, അപ്പൊ ഐ ഡോണ്ട് ഹാവ് എ പ്രൂഫ്. പക്ഷെ അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ 45 days നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഞാനും വെയിറ്റ് ചെയ്തു. അപ്പോൾ മെയില് ഐ ലോസ് മൈ മോം. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 week എന്നെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറഞ്ഞു, മാം ഇത് ക്യാൻസൽ ചെയ്തിട്ട് മാം പൈസ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. സോ അപ്പം ഞാൻ ഞാനിപ്പോൾ ചോദിച്ചു എന്താ കാരണം. അപ്പം എന്നോട് പറഞ്ഞത് ഡിലേ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു മമ്മി എന്തായാലും പോയി, അപ്പം എൻ്റെ ആവശ്യം നടന്നില്ല. സോ ഇനിയിപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല, എപ്പോഴത്തേക്ക് കിട്ടും. അപ്പോൾ ഹി സെഡ് ബൈ ഓഗസ്റ്റ് ഒക്കെ കിട്ടും. ഐ സെഡ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം. ബിക്കോസ് എനിക്ക് ഈ സിനാരിയോ അറിയില്ലായിരുന്നു അപ്പോൾ എന്താണ്. മേ ബി എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരു കമ്പനിയിൽ നിൽക്കുന്ന സമയത്ത് അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒരു സിറ്റുവേഷൻ അറിയാന്നുള്ളതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്തതായിരിക്കും. പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയില്ല. അപ്പോൾ ഐ തോട്ട് വെയിറ്റിംഗ് പീരീഡ് ആയിരിക്കും എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഇപ്പം EMI ജൂൺ തൊട്ട് പിടിച്ചു തുടങ്ങി. പക്ഷെ അപ്പോൾ EMI ഒബ്വിയസ്ലി HDFC ഏപ്രിൽ ലോൺ പാസ്സായിട്ടുണ്ടെങ്കിൽ മെയ് വിടും. ജൂൺ തൊട്ട് അവർ പേയ്മെന്റ് 12,081 ആണ്. അപ്പൊ അത് അവര് പിടിക്കാൻ തുടങ്ങി. അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് HDFCക്ക് വേണമല്ലോ കാറിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ അവര് കാർ അന്വേഷിക്കാൻ തുടങ്ങി. സോ അവര് കാർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, മാം എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് തോന്നുന്നു മലയാളം മോട്ടോഴ്സിന്. അപ്പോൾ മാം ഒന്ന് അത് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഡൗട്ട് തോന്നി, മേ ബി ആവാം എന്ന്. സോ അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ചെയ്യുക എന്താണ്, നമുക്കൊരു ഡീലർ നമുക്ക് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളപ്പോൾ കറക്റ്റ് സ്കോഡയുടെ കസ്റ്റമർ കെയറിൽ ഞാൻ ഇമെയിൽ അയച്ചു, ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു, ആൻഡ് എനിക്ക് ഇതുവരെ വെഹിക്കിൾ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ദ സെയിം ഡേ നമുക്ക് സ്കോഡയിൽ നിന്ന് റിപ്ലൈ വരികയാണ്. പക്ഷെ നമ്മൾ സ്കോഡയുടെ കസ്റ്റമർ കെയറിൽ വിളിക്കുവാണ്. നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇമെയിലാണ് വരിക, നിങ്ങളുടെ കംപ്ലൈൻറ്റ് നമ്പർ ഇതാണ്. അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നത്, നമ്മുടെ ഡീലർ പാർട്ട്ണർ മലയാളം മോട്ടോഴ്സിന് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും, മീൻ ടൈം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും അവർ ഡീലറാണ് എന്നാണ് എന്നോട് പറയുന്നത്. മലയാളം മോട്ടോഴ്സ് ആണ് നമ്മുടെ ഡീലർ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് തിരുവനന്തപുരത്ത് വേറെ ഡീലർ ഉണ്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം തൊട്ട് ആലപ്പി വരെ മലയാളം മോട്ടോഴ്സ് ആണ് സ്കോഡയുടെ ഡീലർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും വരുന്നില്ല. ഇവര് വിത്തിൻ 2 hours മലയാളം മോട്ടോഴ്സിന് ആക്ട് ചെയ്യാൻ പറയുന്നു, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്തു, ഒരു 5 days കഴിഞ്ഞപ്പോൾ ഞാൻ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമെയിൽ അയച്ചു. ആൻഡ് ഇമെയിലിന് മലയാളം മോട്ടോഴ്സിന് അയക്കുന്നു. ആ സ്കോഡയുടെ എനിക്ക് ഓൾറെഡി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് ഇമെയിൽസ് വന്നിട്ടുണ്ടല്ലോ, അവരെ ലൂപ്പ് ചെയ്തിട്ട് ഞാൻ ക്യാൻസലേഷന് വേണ്ടിയിട്ടുള്ളത് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഇല്ല. അഗെയിൻ നമ്മൾ സ്കോഡയെ വിളിക്കുമ്പോൾ മലയാളം മോട്ടോഴ്സ് പെട്ടെന്ന്, ബിക്കോസ് സ്കോഡ മലയാളം മോട്ടോഴ്സിനെ ലൂപ്പ് ചെയ്തിട്ട് മെയിൽ അയക്കുന്നുണ്ട്, എത്രയും വേഗം റിസോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ മലയാളം മോട്ടോഴ്സ് എന്ന് അവരുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഞങ്ങൾ എത്രയും വേഗം ബൈ എൻഡ് ഓഫ് ഓഗസ്റ്റ് ഈ പേയ്മെന്റ് തന്നു തീർക്കാം, നമ്മൾ ഓൾറെഡി ഇത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് തന്നു തീർക്കാന്നേ പറയുന്നുള്ളൂ, കാരണം അത് പറയുന്നില്ല. ഇല്ല. സോ നമ്മളത് പേയ്മെന്റ് ബൈ, ബിക്കോസ് ഞാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് ക്യാൻസലേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ബൈ എൻഡ് ഓഫ് ഓഗസ്റ്റ് ഈ എമൗണ്ട് തരാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ബൈ എൻഡ് ഓഫ് ഓഗസ്റ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല. EMI പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും സെപ്റ്റംബറിൽ ഞാൻ സ്കോഡയുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് ഈ വിഷയം നമ്മൾ അവിടെ ടാഗ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ വീണ്ടും അവിടെ നിന്ന് റിപ്ലൈ വരുന്നു, ഞങ്ങൾ കസ്റ്റമർ കെയർ, നിങ്ങളുടെ കംപ്ലൈന്റ് ID വീണ്ടും ഞങ്ങളുടെ ഡീലർ. അപ്പൊ സെപ്റ്റംബറിലും സ്കോഡ പറയുന്നത് മലയാളം മോട്ടോഴ്സ് ആണ് നമ്മുടെ ഡീലർ, പക്ഷെ ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഈ ഒരു പീരീഡിൽ ഒബ്വിയസ്ലി നമ്മൾ മലയാളം മോട്ടോഴ്സിന്റെ ഓണറെ കോൺടാക്ട് ചെയ്യാൻ നോക്കുമല്ലോ, ബിക്കോസ് എന്താണ് ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് ആലോചിക്കുമ്പോൾ അങ്ങനെ ഞാൻ ഷമീർ മരക്കാറിനെ ഫോണിൽ വിളിച്ചു. ഷമീർ മരക്കാർ. അപ്പോൾ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ദീപിക എന്നെ ഞാൻ വളരെ നന്നായിട്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദീപിക എന്നെ ഇപ്പൊ തൂക്കി കൊല്ലുമെന്ന് പറഞ്ഞാലും എൻ്റെ തരാൻ പൈസ ഇല്ല, അപ്പോൾ അതിന്റെ ഡീലർഷിപ്പ് സെയിൽ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതായി കഴിഞ്ഞാൽ എനിക്ക് ഈ എമൗണ്ട് തന്നു തീർക്കാൻ പറ്റും എന്ന് പുള്ളി പറയുന്നു. ആൻഡ്
നമുക്ക് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതല്ലാണ്ട് വേറെ ഓപ്ഷനും ഇല്ല. സോ അതങ്ങനെ വിടുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിൽ പിന്നെ ഒന്നുമില്ല. മലയാളം മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി അവിടെ ഇല്ല, സ്കോഡ റെസ്പോൺസ് ഇല്ല, ഒന്നുമില്ലാതെ വരുമ്പോഴത്തേക്കും നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോകും. അപ്പോഴത്തേക്കും 2022 ലാസ്റ്റായി. ഞാൻ 2023 ഫെബ്രുവരിയിലാണ് കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുക്കുന്നത്. കൺസ്യൂമർ കോർട്ടിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് പാർട്ടി സ്കോഡയാണ്. 23 ഫെബ്രുവരി 2022 എൻറ്റയർ അങ്ങനെ പോയി. നമ്മൾ വെയിറ്റ് ചെയ്ത് നടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നു. 2023 ആയപ്പോഴത്തേക്ക് ഞാൻ റിയലൈസ് ചെയ്തു ഡീലർഷിപ്പ് മാറി, പുതിയ ആള് വന്നിട്ടുണ്ട്, പക്ഷെ ഇത് സോർട്ട് ഔട്ട് ആയിട്ടില്ല. അപ്പോൾ അതെ അപ്പോൾ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്തു. ഫസ്റ്റ് പാർട്ടി സ്കോഡ, സെക്കൻഡ് പാർട്ടി മലയാളം മോട്ടോഴ്സ്, തേർഡ് പാർട്ടി HDFC ബാങ്ക്. ബിക്കോസ് അതിൽ നിന്ന് എമൗണ്ട് പോയല്ലോ. ബിക്കോസ് നമ്മുടെ കൺസെന്റ് ഇല്ല, അവർ ഒരു ഷുവറിറ്റി ഇല്ലാതെയാണ് ആ എമൗണ്ട് കൊടുത്തത്. അപ്പോൾ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ. പക്ഷെ നമ്മൾ ഈ ഒരു 24 പേജ് എന്തോ ഡോക്യുമെന്റ് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. സോ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബാങ്കിന് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് വി ആർ ഓൾറെഡി ഗിവിംഗ് ദം ദാറ്റ് പെർമിഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് കൺസ്യൂമർ കോർട്ടിൽ പോകുമ്പോൾ സ്കോഡയുടെ ഒരു റെസ്പോൺസ് ഉണ്ട്. നമ്മൾ പറയുന്ന പോയിന്റ്സിന് അവർ ഓരോ പോയിന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. സ്കോഡ പറയുന്നത് 22 ജൂലൈ 2022 അവരും മലയാളം മോട്ടോഴ്സുമായിട്ടുള്ള ഡീലർഷിപ്പ് അവസാനിച്ചു. ഞങ്ങളുടെ ഡീലർ അല്ല, പിന്നെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല. പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ആണ്, അപ്പോൾ നമ്മൾക്ക് എമൗണ്ട് കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറബിൾ അല്ല. നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു ട്രാൻസാക്ഷൻ ആണ് നടത്തിയതെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തുടക്കം തൊട്ടേ സ്കോഡയ്ക്ക് ഈ കംപ്ലൈന്റ് അറിയാം. എനിക്ക് ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങളിത് സോൾവ് ചെയ്യും, ഞങ്ങളുടെ ഡീലറാണ് എന്ന് പറഞ്ഞ് 25 ജൂലൈ മെയിലുണ്ട്, അതുപോലെ സെപ്റ്റംബർ 9 മെയിലുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ആ സമയത്ത് ഇവരെന്തുകൊണ്ട് പറഞ്ഞില്ല ഞങ്ങളുടെ ഡീലർഷിപ്പ് ക്യാൻസലായി, ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല, സോ യു ബെറ്റർ ഡീൽ വിത്ത് മലയാളം മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മേ ബി കൺസ്യൂമർ കോർട്ടിൽ പോവാതെ ഒരു ചീറ്റിംഗ് കേസ് ഫയൽ ചെയ്യും. എന്തായാലും മലയാളം മോട്ടോഴ്സ് ഇത്തരം ഒരു ബാങ്ക്രപ്റ്റിലേക്ക് പോകുന്നു എന്നൊക്കെയുള്ള വളരെ നേരത്തെ തന്നെ സ്കോഡയ്ക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ ഡീലർഷിപ്പ് ഓവർനൈറ്റ് അല്ലല്ലോ ക്യാൻസൽ ആവുന്നത്. അങ്ങനെ ഡീലർഷിപ്പ് ക്യാൻസൽ ആവുന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് കസ്റ്റമേഴ്സിനെ ഇന്റിമേറ്റ് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ആ ഒരു മാനുഫാക്ചറർക്ക് ഉണ്ട്. സോ ബേസിക്കലി സ്കോഡ മൊത്തത്തിൽ ദേ ഹാവ് ദിസ് ആറ്റിറ്റ്യൂഡ്. നമ്മളെന്തോ ഒരു സ്ലേവ് ആയിട്ട് അവരുടെ മുമ്പ് പോയി നിൽക്കുന്ന പോലാണ്. നമ്മൾ പൈസ കൊടുത്ത് കാറ് വാങ്ങുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കസ്റ്റമർ ഇസ് ഗോഡ് എന്നുള്ളത്. തന്നെയല്ല, യൂറോപ്പിൽ നിന്നൊരു കമ്പനി ഇവിടെ വന്ന് നമ്മൾ ഇന്ത്യക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നും സ്കോഡയ്ക്കില്ല. തന്നെയല്ല, ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരിക്കലും ഒരു ഡീലർഷിപ്പിൽ കൊണ്ടുപോയി പൈസ കൊടുക്കാൻ നേരത്ത് ഇവരുടെ ബാലൻസ് ഷീറ്റൊക്കെ നോക്കിയിട്ട് ഇവർ പൂട്ടിപ്പോകുമോ, ലാഭത്തിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും നോക്കിയിട്ട് പൈസ കൊടുക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ ടോട്ടലി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് സ്കോഡയാണ്. ഇത്തരം കാര്യങ്ങളിൽ സ്കോഡ പോലുള്ള കമ്പനി, ഏത് കമ്പനിയായാലും അവർ അതിന് ഈ പൈസ കയ്യിൽ നിന്ന് കൊടുത്താണെങ്കിൽ പോലും ഒരു വണ്ടി കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന് പകരം കോടതി കയറ്റുകയല്ല ചെയ്യേണ്ടത്. എന്നിട്ട് ഇപ്പം കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് ഇപ്പം ഇത്രയും കാലം കേസ് നടത്തിയപ്പോൾ ദീപയ്ക്ക് എന്താ തോന്നുന്നു? ഇതിനകത്ത് അവസാനം എന്താ സംഭവിക്കാം? ഇതിനകത്ത് എനിക്ക് EMIക്ക് സ്റ്റേ വന്നു. എത്ര മാസം അടച്ചു EMI? ഫ്രം ജൂൺ 2022 ടു ഫെബ് 2023 അടച്ചു. ഇറ്റ്സ് അറൌണ്ട് 2,70,000 rupees EMI ആയിട്ട് പേ ചെയ്തു. ടോട്ടലി ഒരു അറൌണ്ട് ഒരു 14 lakhs കംപ്ലീറ്റ് ആയിട്ട് ലോസിൽ നിൽക്കുവാണ്. അപ്പോൾ പക്ഷേ EMIക്ക് സ്റ്റേ വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ മലയാളം മോട്ടോഴ്സിന് ഇപ്പം നമ്മളൊരു ലീഗൽ നോട്ടീസ് പോകുമ്പോൾ അത് റിസീവ് ചെയ്യാൻ ആരുമില്ല. ആകെ സ്കോഡ റിസീവ് ചെയ്തു. സ്കോഡ പറയുന്നത് ആ സെക്കൻഡ് പാർട്ടി വരട്ടെ, അവർ വരട്ടെ എന്നുള്ളതാണ്. ഞങ്ങൾ ഇതിനകത്ത് റെസ്പോൺസിബിൾ അല്ല, ഞങ്ങളുടെ ഡീലർഷിപ്പ് ഒക്കെ ക്യാൻസൽ ആയതാണ്, ഇവർ ഈ പറയുന്നൊന്നും നമുക്കറിയത്തില്ല എന്നുള്ള സ്റ്റാൻഡാണ് സ്കോഡ കോർട്ടിൽ എടുത്തിരിക്കുന്നത്. മലയാളം മോട്ടോഴ്സ് തൊട്ട് വന്നിട്ടുമില്ല, ഇവരില്ല. നമ്മൾ പല ഇമെയിൽ ലെറ്റർ നമ്മൾ പല അഡ്രസ്സിൽ അയക്കാൻ നോക്കുമ്പോഴും അതാരും റിസീവ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഷമീർ പരിക്കാർ എന്ന് പറഞ്ഞ ആൾ, അതിൻ്റെ MD ആയിരുന്ന ആൾ ദീപിക അന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് ഇത് നമ്മൾ ഡീലർഷിപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസ വെച്ച് ഡീൽ ചെയ്യാന്നല്ലേ. അത് PPS ഓൾറെഡി എടുത്തും കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പിന്നെ പുള്ളി ഫോൺ എടുത്തിട്ടില്ല. ഇവർ ഈ ഡീലർഷിപ്പ് മാത്രമുള്ള ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് മാത്രമുള്ള ഗ്രൂപ്പൊന്നും അല്ലല്ലോ. അല്ലല്ല, അവർക്ക് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ദേ ആർ വെൽ ഓഫ്. പിന്നെ എനിക്ക് തോന്നുന്നു കൺസ്യൂമർ കോർട്ടിൽ തന്നെ വേറൊരു കേസ് ഉണ്ടായിരുന്നു. അത് 2 lakhന്റെ എന്തോ എമൗണ്ട് ആയിരുന്നു. അത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് പോയി എന്നാണ് എൻ്റെ ലോയർ പറഞ്ഞത്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ലോയർ തന്ന ഇൻഫർമേഷനിൽ ഇവർ കോർട്ടിൽ വന്ന് ഒരു സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അന്ന് സ്കോഡ നമ്മൾ ഈ ഒരു കംപ്ലൈന്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്കോഡയുടെ സൗത്ത് സോണിന്റെ ഹെഡ് ചെയ്യുന്നതാണ്. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളിയെ വിളിച്ചാലും കിട്ടില്ല, അദ്ദേഹം അവിടെ നിന്ന് പോയി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ എന്ത് ചെയ്യും,
ഇതിൽ ആരാണ് ഇത് റെസ്പോൺസിബിൾ? എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ 14 ലക്ഷം രൂപ പോയിട്ട് ചോദിക്കാൻ ആരും ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര വല്ലാത്ത അപ്പോൾ ഗതികേട്. പുള്ളി പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 35 കേസസ് എന്തോ സിമിലർ കേസസ് ഉണ്ട്. ചിലർ ബുക്കിംഗ് എമൗണ്ടാണ്, ചിലർ അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല. കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ്, ട്രിവാൻഡ്രം കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് വന്നതായിട്ട് അറിയാം. അപ്പോൾ ബാക്കി അന്ന് സ്കോഡ പറഞ്ഞ ആ ഫിഗർ കറക്റ്റ് ആണെങ്കിൽ ആ ആൾക്കാരൊക്കെ എവിടെ പോയി എന്നുള്ളത്. ആ ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചൊരു വാഹന നിർമ്മാണ കമ്പനിയുടെ മുഖം എന്ന് പറയുന്നത് ഡീലേഴ്സാണ്. അല്ല നമുക്കിപ്പോൾ സ്കോഡയിലൊന്നും ആരെയും അറിയേണ്ട കാര്യമില്ല, അറിയാൻ പറ്റുകയുമില്ല. ആകപ്പാടെ നമ്മൾ ഈ പറഞ്ഞ ഒരു നമ്പർ കാണും, ഇവരെ വേണമെങ്കിൽ വിളിച്ചോന്നും പറഞ്ഞിട്ട് അത് എടുക്കുന്നത് ഈ പറഞ്ഞ മറ്റേ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഒന്നമർത്തുക, മറ്റേ രണ്ടമർത്തുക, ഇതല്ലേ പരിപാടിയുള്ളൂ. നമ്മൾ കാണുന്ന മുഖം എന്ന് പറഞ്ഞാൽ ഡീലർഷിപ്പാണ്. അപ്പോൾ ഡീലർഷിപ്പിൻ്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള കമ്പനി തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിയാണ്. അല്ലാതെ ഈ എന്താ പറയുക കേസിന് വെക്കോ എന്നാൽ താൻ കേസ് കൂടെ എന്നുള്ള അതിനൊന്നും ഇതിനകത്ത് പറ്റുന്ന കാര്യമേ അല്ല. ഇത് വളരെ വളരെ മോശമായൊരു കാര്യമാണ് സ്കോഡ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഈ മുന്നോട്ട് പോകുന്നതോറും എന്താണ് എനിക്ക് തോന്നുന്നത്, എന്താണ് ഇത് എന്ത് സംഭവിക്കും അവസാനം? ഇതെനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ലീഗലി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലീഗലി പോകുമ്പോൾ ഇപ്പോൾ മലയാളം മോട്ടോഴ്സ് പ്രസന്റ് ആവാത്തിടത്തോളം ലൈക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പേപ്പർ പബ്ലിക്കേഷൻ ഓർഡർ ആയിട്ടുണ്ട്. അതായത് മലയാളം നമുക്ക് പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കാമല്ലോ. അതായത് ഇപ്പോൾ മലയാളം മോട്ടോഴ്സ് വരുന്നില്ല, അപ്പോൾ ഇങ്ങനെ ഒരു കേസുണ്ട്, അടുത്ത ഹിയറിംഗ് ഇന്ന ഡേറ്റിൽ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ വന്നില്ലെങ്കിൽ എക്സ് പാർട്ടി ആവും എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ എക്സ്പെൻസിൽ കൊടുക്കണം. നമ്മുടെ എക്സ്പെൻസിൽ കൊടുക്കണം. അത് കൊടുക്കാൻ ഓർഡർ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എനിക്ക് ഹിയറിംഗ് ഉള്ളത് ഡിസംബർ ഫസ്റ്റ് വീക്കാണ്. അതിന് മുമ്പായിട്ട് ഞാൻ പേപ്പർ പബ്ലിക്കേഷൻ കൊടുക്കണം. അത് കഴിയുമ്പോൾ ഒരു എക്സ് പാർട്ടി ആവും. പക്ഷേ ഇങ്ങനത്തെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇതിനു മുമ്പ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ എനിക്കങ്ങനെ പരിചയമുള്ള ആർക്കും ഇതൊന്നും ഡീൽ ചെയ്ത് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ മൊറട്ടോറിയത്തിലുള്ളൊരു കമ്പനിയാണ്. നമ്മളത് പല സീനിയർ എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും മൊറട്ടോറിയത്തിൽ ഒരു കമ്പനി ഇരിക്കുമ്പോഴത്തേക്ക് ഡെറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അതിലിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ടീമിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്താലും ഒക്കെ ഇവർ കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു തീർന്ന് എനിക്കൊന്നും ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾക്കൊന്നും കിട്ടാനുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഇതിപ്പോൾ വെറുതെ ഒരാളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത പൈസ അല്ലല്ലോ. ഇതൊരു വണ്ടി ബുക്ക് ചെയ്യുക, അത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു കമ്പനിയുടെ വണ്ടി ഡീലർ വഴി ബുക്ക് ചെയ്തിട്ട് കിട്ടിയൊരു തട്ടിപ്പാണല്ലോ. എന്ന് പറയുമ്പോൾ അത് സ്കോഡയ്ക്ക് എന്തായാലും ഇതിനകത്തൊരു ഒരു പങ്കില്ലേ അല്ലേ? അല്ല, സ്കോഡ ഗൈഡ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പ്രൂഫ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്. അത് കോർട്ടിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പം ഫോൺ വിളിച്ചിപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ സൗത്ത് സോൺ സെയിൽസ് മാനേജർ സംസാരിച്ചൊന്നും, ബിക്കോസ് നമ്മൾ കോൺവെർസേഷൻ ആണ്, അപ്പോൾ അതിന്റെ പ്രൂഫ് ഇല്ല. പക്ഷെ എന്നിട്ട് ഇവരെന്നെ കൊണ്ട് EVM വീണ്ടും കാർ ബുക്ക് ചെയ്യിച്ചു. അതായിരുന്നു സൊല്യൂഷൻ. അതായത് ഞാൻ ഈ ബുക്കിംഗ് ക്യാൻസലേഷൻ കൊടുത്തല്ലോ, അത് സ്കോഡ അതിൽ ലൂപ്ഡ് ആണ്. അപ്പൊ പെട്ടെന്ന് ഇവർ പറയുന്നു, ഈ സൗത്ത് സോണിന്റെ സെയിൽസ് ഹെഡ് ആയിട്ടുള്ള ആള് വിളിച്ചിട്ട് പറഞ്ഞു, മാം ഒരു കാര്യം ചെയ്യൂ, മാം എറണാകുളം EVM മാം കാറ് ബുക്ക് ചെയ്യൂ, എന്നിട്ട് നമുക്ക് മലയാളം മോട്ടോഴ്സ് എന്തായാലും റീഫണ്ട് ചെയ്യുമല്ലോ, ആ സമയത്ത് കാറ് നമുക്ക് അവിടെ നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളിത് പൈസ കിട്ടില്ല എന്ന് അപ്പോൾ വിചാരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ പോയി EVM ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൈസ വരുന്നില്ലല്ലോ, ബൈ എൻഡ് ഓഫ് ഓഗസ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് പൈസ വരുന്നില്ല. അപ്പോൾ ഇവർ വിളിച്ചിട്ട് മാം അത് പേയ്മെൻറ്റ് അവിടെ നിന്ന് കിട്ടിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസം എനിക്കറിയില്ല, പുള്ളി എന്നെ വിളിച്ചിട്ട് പറയാ, മാം ഒരു കാര്യം ചെയ്യൂ, മാം ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത് EVM കാർ ഇറക്കും. അപ്പം എന്നിട്ട് മീൻ ടൈം മലയാളം മോട്ടോഴ്സ് മാമിന് പൈസ തരും. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തീരെ ബുദ്ധിയില്ല വിചാരിച്ചിട്ടാണോ? ശരിയാണ്, ഇതിനകത്ത് ആൾക്കാർ ചിന്തിക്കുമ്പോഴത്തേക്ക് യൂത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്, ഇപ്പോൾ 3 lakh ആയാലും എന്തിനാ കൊടുത്തതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ, ന്യായമായിട്ടും. അപ്പം അങ്ങനത്തെ ബാക്കിയുള്ളവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് അതൊരു ഫൂളിഷ് ഡിസിഷനാണ്. പക്ഷെ എനിക്ക് അപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. നമ്മളൊരിക്കലും ഡീലറെ കണ്ടോണ്ടല്ല കൊടുക്കുന്നത്, സ്കോഡ എന്ന് പറയുന്ന കമ്പനിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ഒരു ക്രെഡിബിലിറ്റി തീർച്ചയായിട്ടും അത് സ്റ്റുപ്പിഡിറ്റി ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ഞാൻ ചോദിച്ചു, ഞാൻ തീരെ ബുദ്ധിയില്ലാത്ത ആളാന്നാണോ വിചാരിച്ചിരിക്കുന്നത്, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ EVM ക്യാൻസൽ ചെയ്ത്. അവർ പക്ഷേ 10,000 ആയിരുന്നു ബുക്കിംഗ് എമൗണ്ട്, അത് കൃത്യമായിട്ട് അവർ തിരിച്ചു തന്നു. ചുരുക്കം പറഞ്ഞാൽ 14 ലക്ഷം രൂപ പോയിരിക്കുന്ന ആളോട് 16 ലക്ഷം രൂപ മുടക്ക് എന്നാണ് പറയുന്നത്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്ന ഇലക്ട്രിസിറ്റി ബോണ്ട് പരിപാടിയുണ്ട്. നമ്മൾ ഈ 1500 രൂപ മാസം കറണ്ട് അടയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ 1 ലക്ഷം രൂപ ബില്ല് വരും. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് അവർ പറയും 1 ലക്ഷം രൂപ ആദ്യം അടയ്ക്കുക, എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാനെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. എന്തൊരു ദുരന്തമാണ് ഇപ്പോൾ ഈ ഡീലർഷിപ്പുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇത് പൂട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിൻ്റെ പിന്നിലുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൂപ്പാണ്. അവർക്ക് ഗൾഫിൽ ഉൾപ്പെടെ ബിസിനസ്സൊക്കെ ഉള്ളവരാണ്. ഇതിപ്പോൾ ഈ അവരുടെ ഒരു ബിസിനസ് മാത്രമാണ്
കുറച്ച് എന്താ പറയുക എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം വന്ന് നിന്ന് കാണും. എങ്കിൽ പോലും തീർച്ചയായിട്ടും മറ്റ് ബിസിനസ്സുകളിൽ നിന്നാണെങ്കിലും പൈസ എടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് തീർക്കേണ്ടതാണ്. അതിന് പകരം ഒളിച്ചോടുകയോ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളൊന്നുമല്ല വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ ഫുൾ ഇപ്പം ദീപിക ചെയ്ത വലിയൊരു മണ്ടത്തരം തന്നെയായിരുന്നു അത്. ദീപികയുടെ ആവശ്യമാണെങ്കിൽ പോലും ആദ്യമേ കൊണ്ടുപോയി ഒരു 3 ലക്ഷം രൂപ കൊടുക്കുന്നു, പിന്നെ പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കി അത് നമ്മൾ പോലും അറിയാതെ ബാങ്ക് അതൊക്കെ അവർ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അതെ. മലയാളം മോട്ടോഴ്സിൻ്റെ ഡീലർഷിപ്പും HDFC ഒക്കെ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് ആ പൈസ അങ്ങോട്ട് പോയിരിക്കുന്നത്. അതെല്ലാം ഇപ്പം ദീപികയുടെ തലയിൽ വന്നു. വണ്ടി കൈ കിട്ടാതെ 10 മാസത്തെ EMI അടയ്ക്കുന്നു. ഇങ്ങനെ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കൺസ്യൂമർ കോർട്ടുമായിട്ട് ബന്ധമുള്ളവരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത്തരം അനുഭവങ്ങളുള്ളവരുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക. നമുക്കിതൊരു നമുക്ക് തീർച്ചയായിട്ടും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തണം. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്കോഡയുടെ റീജിയണൽ ഓഫീസിലുള്ളവരായാലും മറ്റ് ഇപ്പോൾ EVM സ്കോഡ പോലുള്ളവരൊക്കെ ആയാലും ഇത് ടേക്കപ്പ് ചെയ്യണം. ഇത് 14 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരാൾ ഹാർഡ് ഏൺഡ് മണിയാണ്. അതങ്ങനെ പോകാൻ പാടില്ല. തന്നെയുമല്ല ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്ത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കാനിരുന്നൊരു വണ്ടി അമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും അല്ലേ വണ്ടിയില്ല, പൈസ ഇല്ല, ഒന്നുമില്ലെന്ന് എന്തൊരു ദുരന്തമാണ് ശരിക്കും പറയാം. വളരെ മോശം കാര്യമാണ് സ്കോഡ ചെയ്യുന്നത്. തന്നെയല്ല ഒരു യൂറോപ്യൻ വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യ വന്ന് ഇന്ത്യക്കാരെ പറ്റിച്ചുകൊണ്ട് പോകണ്ട എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ പച്ചയ്ക്ക് പരസ്യമായിട്ട് പറയാം. അതും തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ്. ഇതിനൊക്കെയാണ് നമ്മൾ മാരുതി പോലുള്ള കമ്പനികളൊക്കെ എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു എല്ലാം തന്നെ. അപ്പോൾ അതൊക്കെ ഇവരെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. എന്തായാലും എന്താണ് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എനിക്ക് അറിയാൻ വയ്യ. ദീപികയ്ക്ക് നല്ല വരട്ടെ, പൈസ കിട്ടട്ടെ എന്നൊക്കെ അല്ലാതെ ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പം വക്കീലിന് പൈസ കൊടുത്തോണ്ടിരിക്കല്ലേ? അത് പിന്നെ ആദ്യമേ ഒരു കേസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട്, പിന്നെ അഡീഷണൽ ഓരോ എക്സ്പെൻസ് വരുമല്ലോ. അത് ഇപ്പം നമ്മളൊരു സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ പിന്നെ അത് ഫൈറ്റ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. കിട്ടാത്ത വണ്ടിക്ക് വേണ്ടി നമ്മൾ എന്ത് അത് ആലോചിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും പറയാം, അടുത്തൊരു വണ്ടി വാങ്ങുന്നതിനെ കുറിച്ച് ആക്ച്വലി അത് നമ്മള് ചില ഗോൾസ് സെറ്റ് ചെയ്യുമല്ലോ ലൈഫിൽ. ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഗോൾ എനിക്കില്ല ഇപ്പോൾ. വണ്ടിയുടെ കാര്യത്തില്ല. അത് വലിയൊരു സെറ്റ് ബാക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാ ഡീലേഴ്സും എല്ലാ കമ്പനികളും ഒരുപോലെയല്ല. നല്ല ഡീലർഷിപ്പുകളും നല്ല കമ്പനികളും ഉണ്ട്. പിന്നെ സ്കോഡ എന്ന് പറയുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയെ ഇഷ്ടപ്പെടുകയും സ്കോഡയുടെ വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടാണ് ദീപിക അത് ബുക്ക് ചെയ്യാൻ പോയത്. ആ ഒരു നന്ദിയും സ്നേഹമെങ്കിലും സ്കോഡ കാണിക്കണം എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വരട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സംഭവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഈ വീഡിയോകളിലൊക്കെ വന്നിട്ടുള്ള പലരുടെയും പരാതികൾ വാഹന നിർമ്മാണ കമ്പനികൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദീപിക എന്നെ വിളിച്ച് ചോദിച്ചത് നമുക്ക് സ്കോഡയിലൊക്കെ ആരെങ്കിലും പരിചയമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല വേണ്ടത്. ഇതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ആർക്കും ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുറേ സ്ട്രിക്റ്റായിട്ടൊക്കെ തന്നെ ഡീലർഷിപ്പുള്ളവരോട് ഇടപെടുക. പിന്നെ ഈ പറഞ്ഞ പറ്റുമെങ്കിൽ ചോദിക്കുക, ബാലൻസ് ഷീറ്റും നിങ്ങൾ കൂട്ടിപ്പോയില്ലെന്ന് എനിക്ക് എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട് ഇതിന് ശേഷം എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു.